ടെറസിലെ പച്ചക്കൃഷിത്തോട്ടവും അതിന് ഡ്രിപ്പ് ഇറിഗേഷൻ എങ്ങനെ എഫക്റ്റീവായി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത്. എല്ലാവർക്കും JP's നേച്ചർ ആൻഡ് മീയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മുടെ എൻ ക്യാപ്പാണ്. മെയിൻ സപ്ലൈ ലൈൻ വളച്ചു വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത് നമ്മുടെ സ്ട്രെയിറ്റ് കണക്ടർ ആൻഡ് ടാപ്പും കൂടെ കൂടിയതാണ്. ഇത് T കണക്ടറാണ്. നമുക്ക് രണ്ട് പൈപ്പുകൾ വേറെ ഡയറക്ഷനിലിട്ടുണ്ട് വേണമെങ്കിൽ T കണക്ടർ യൂസ് ചെയ്യാം. ഇത് ടെഫ്ലോൺ പൈപ്പാണ്. ഇതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ടെഫ്ലോൺ ടൈപ്പാണ്. ഇത് നമുക്ക് വാട്ടർ ടാപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കണക്ടറാണ്. ഇതിന് നമ്മൾ ഈ സ്റ്റേക്സ് ആണ്, ഇതിൻ്റെ അകത്താണ് എമിറ്റർ സ്റ്റേക്സ് ആണ് പറഞ്ഞത്. ഇത് നമ്മൾ ഇതിൽ കുത്തി വെച്ചിട്ട് അതിലാണ് നമ്മൾ ഫീഡർ ലൈൻ വയ്ക്കുന്നത്. ഇത് ഫീഡർ ലൈനാണ്. ഇതിലൂടെയാണ് നമ്മൾ വെള്ളം ഇറ്റിറ്റ് വീഴുന്നത്. ഇത് അതിൻ്റെ ഫീഡർ ലൈൻ്റെ അറ്റത്ത് കണക്ട് ചെയ്തിട്ടാണ് ഇറ്റിറ്റ് വീഴുന്നത്. ഇത് നമ്മുടെ എൽബോ കണക്ടറാണ്. ബെൻഡിയൊക്കെ ചെയ്യണമെങ്കിൽ ആവശ്യത്തിനാണ് എൽബോ കണക്ടർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ മെയിൻ ലൈനിൽ നിന്ന് നമ്മുടെ ഫീഡർ ലൈൻ കണക്ട് ചെയ്യുന്ന കണക്ഷനാണത്. ഞാൻ മുകളിൽ വെച്ചിരിക്കുന്ന എൻ്റെ ടെറസിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ചെടികളാണ് ഈ കാണുന്നത്. തക്കാളിയുണ്ട്, വഴുതനയുണ്ട്, നിറയെ പൂത്തു നിൽക്കുന്ന ഒരു പയർ ചെടിയാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാ തണ്ടിലും തന്നെ ഏകദേശം പൂക്കളിട്ടിട്ടുണ്ട്. താഴെ ഭാഗത്തെല്ലാം അത് കായായിട്ടുമുണ്ട്. അത് നമുക്ക് താഴെയായിട്ട് വരുമ്പോൾ കാണാം. ഇവിടെ എല്ലാം നിറയെ കായകളായിട്ടുമുണ്ട്. വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. എല്ലായിടത്തും തന്നെ പയർ പൂത്തിരിക്കുന്നു. വളരെ സന്തോഷകരമായൊരു കാഴ്ചയാണിത്. അതുപോലെ തന്നെ വെച്ചിരിക്കുന്ന എല്ലാം ഇപ്പോൾ ചുരക്കയാണെങ്കിലും അതെല്ലാം പൂവിട്ടിട്ടുണ്ട്, നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. കായാവുമെന്ന് വിചാരിക്കുന്നു, ഉടനെ തന്നെ കായാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ള അറിയില്ല. എന്തായാലും നിറയെ പൂവിട്ടിട്ടുണ്ട്, ഉടനെ തന്നെ കായാവുമെന്ന് കരുതുന്നു. അതുപോലെ തക്കാളിയും അങ്ങനെയുള്ള എല്ലാം നിറയെ പൂത്തേക്കാണ്. കാണുമ്പോൾ ഒരു സുന്ദരമായ കാഴ്ചയാണ്. നമുക്ക് ഹൃദയത്തിന് വളരെ സന്തോഷം നൽകുന്ന, കൃഷിയോട് താല്പര്യമുള്ളവർക്കെല്ലാം നിറയെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. വെണ്ട ഉണ്ടായി കിടക്കുന്നു, എല്ലായിടത്തും തന്നെ വെണ്ട ഉണ്ടായി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. തക്കാളിയെല്ലാം നിറയെ പൂത്തിരിക്കുന്നു. തക്കാളികൾ മൊത്തം പൂത്തിട്ടുണ്ട്, നിറയെ പൂത്തിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു കാഴ്ചയെല്ലാം കാണാൻ കഴിയുന്നത്. സാധാരണ താഴെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും തന്നെ ഒന്നോ രണ്ടോ കായുണ്ടായി അത് പിന്നെ സുഖമാവാതെ വരുന്നതായിരുന്നു എനിക്കിതിനു മുമ്പുള്ള എക്സ്പീരിയൻസ്. പക്ഷേ ടെറസിലെ കൃഷിയെക്കുറിച്ച് എനിക്ക് സന്തോഷത്തോടെ പറയാനുള്ളത് അതിൽ വലിയൊരു മാറ്റമുണ്ട്. വഴുതനയെല്ലാം പൂവിട്ടിട്ടുണ്ട്, അത് ഉടനെ കായാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ടെറസിലെ കൃഷിത്തോട്ടം. 6 കൂട്ടിലോളം വെണ്ടത്തൈകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യത്തേക്ക് വീട്ടിലെ ഒരു ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ കുഞ്ഞു കുടുംബത്തിന് കഴിക്കാനുള്ള വെണ്ടയെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇതിന് ശേഷം വിളവെടുത്തു. 6 വെണ്ട 7 വെണ്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. 21 കൂടുകൾ മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. എങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലത്തിൻ്റെ വെച്ചിട്ടുണ്ട്. പയറുണ്ട്, അതുപോലെ തന്നെ ചൊരക്ക തൈകൾ 2 നട്ടിട്ടുണ്ട്. പയർ 4-5 കൂടെ വെച്ചിട്ടുള്ളൂ. അതിലും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഉടൻ തന്നെ കായാവും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴും ഈ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിലില്ലാത്ത ദിവസങ്ങളിലെല്ലാം കുറച്ച് നനയ്ക്കാനൊക്കെ കുറച്ച് പാടുപെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ എന്നുള്ള ഒരു ചിന്തയിലേക്ക് കടന്നു വന്നത്. ഞാൻ അതിൻ്റെ മെയിൻ ലൈൻ വലിച്ചു. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ ദിവസവും നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ വെയിൽ നന്നായിട്ട് അടിക്കുന്നതായതുകൊണ്ട്, ടെറസിൻ്റെ പുറത്താണല്ലോ, അപ്പോൾ വെയിൽ നന്നായിട്ട് അടിക്കുന്നതായതുകൊണ്ട് ഇത് കേടുവരാൻ സാധ്യതയുണ്ട്. തക്കാളിയൊക്കെ പൂത്ത് കിടന്നിട്ടുണ്ട്, ഉടനെ തന്നെ കായായിട്ടുണ്ട്. അപ്പോൾ നമുക്കതുകൊണ്ട് എത്രയും നന്നായി ഇതിന് ഒരു വെള്ളം ലഭിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ കാര്യം.
മറ്റുള്ള താഴെ വയ്ക്കുന്നതിനേക്കാളും ഞാൻ ആദ്യം പറഞ്ഞു പോലെ താഴെ വയ്ക്കുന്നതിനേക്കാളും ഒക്കെ നന്നായിട്ട് ഒരു ചെടിക്കൊരു കരുത്തുണ്ട്. അതുപോലെ തന്നെ ഒരു കായ്ഫലം എല്ലാം ബെറ്ററായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അല്പം വളമിട്ട് കൊടുത്ത് വെള്ളം നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ ടെറസിലാവുമ്പോൾ ഉള്ള ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് വാടിപ്പോവും. ശക്തമായ വെയിലാണല്ലോ അടിക്കുന്നത്. കാര്യം ഞാൻ മുകളിൽ പച്ച നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വെയിലിന് തടസ്സം നിൽക്കുന്ന ടൈപ്പ് നെറ്റാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ പന്തലിലേക്കൊക്കെ പതുക്കെ ചുരക്കേടേതാണ്. പന്തലിലേക്കൊക്കെ അത് പടർന്ന് കയറി തുടങ്ങിയിട്ടുണ്ട്. പൂവിട്ടും തുടങ്ങിയിട്ടുണ്ട്. രാവിലെ നല്ല മഞ്ഞുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെയുള്ളൊരു കാഴ്ചയാണ്, വീടിൻ്റെ പുറത്തുനിന്നുള്ളൊരു കാഴ്ചയാണ്. ഇതുപോലെ പച്ച നെറ്റൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ശല്യമില്ല. ഇതിൻ്റെ അകത്ത് എപ്പോഴും ഒരു തണുവുണ്ട്. അതിൻ്റെ കൂടെ അല്പം കൂണും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിരുന്നു കൂണ്. കുറച്ച് കൂണ് ഇതിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തതാണ്. നന്നായിട്ട് ഒരു 250-300 ഗ്രാം വരുന്ന ഒരു ചോടൊക്കെ കിട്ടി. 2-3 പ്രാവശ്യം എനിക്ക് അതിൻ്റെ അന്ന് വിളവെടുക്കാൻ സാധിച്ചു. ഇതാണ് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പരിപാടികൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഫീഡർ ലൈനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡ്രിപ്പ് ചെയ്യുന്ന കണക്ടറാണ്. ഇതാണ് നമ്മുടെ ആ സ്റ്റേക്സ്. ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഫീഡർ ലൈൻ നമ്മൾ കടത്തിവിടണം. കടത്തിവിട്ടതിന് ശേഷം തൈ കാണുന്നത് പോലെ കടത്തിവിട്ട് ആ ഡ്രിപ്പിനുള്ള ആ പോർഷൻ നമ്മൾ ആ ഫീഡർ ലൈനിൽ കണക്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ ചെടിച്ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഗ്രോ ബാഗാണെങ്കിൽ ഗ്രോ ബാഗിൻ്റെ അകത്ത് ഈ സ്റ്റേക്സിനെ കുത്തി വെച്ചിട്ടാണ് വെള്ളം തുള്ളിയായിട്ട് ആ ഡ്രിപ്പിലൂടെ ചാടുന്നത്. നമ്മൾ ആവശ്യത്തിനുള്ള നീട്ടം എടുത്തിട്ട് ഫീഡർ ലൈൻ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഫീഡർ ലൈനുകൾ നമ്മൾ കണക്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മെയിൻ ലൈനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൻ്റെ മെക്കാനിസം. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ആദ്യമേ നമ്മൾ കുറേ വയറും കുറേ പീസുകളൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേന് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ വളരെ സിമ്പിളായിട്ടാണ്. അതായത് ഈ പോർഷൻ നമ്മൾ മെയിൻ ലൈനിലേക്ക് കുത്തിവെക്കുന്നത്. ഈ കാണുന്നത് പോലെ അകത്തായിട്ട് കുത്തിവെക്കുന്നു. എന്നിട്ട് ആ ഫീഡർ ലൈൻ നമ്മൾ ഈ നമ്മുടെ ഗ്രോ ബാഗ് ഇതുപോലെ കാണും. ഇതിൻ്റെ നമ്മൾ ഇവിടെ ഒരു ലീക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇങ്ങനെ മെയിൻ ലൈനിൽ നിന്ന് അത്യാവശ്യം ഫോഴ്സിലാണല്ലോ വെള്ളം വരുന്നത്. അവിടെ നിന്ന് കണക്ട് ചെയ്യുമ്പോൾ ലീക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടുകൊണ്ട് നമ്മളല്പം MC-ലൂടെ അവിടെ പറ്റുകയാണെങ്കിൽ ലീക്ക് കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ആദ്യമേ തന്നെ കൃത്യമായിട്ടൊന്ന് വരയ്ക്കണം. എങ്ങനെയാണ് നമ്മുടെ മെയിൻ ലൈൻ കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് വരയ്ക്കണം. വരച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തെടുക്കുക. ഇതുപോലെ ഇതിൻ്റെ അകത്തുനിന്ന് ഇതിപ്പോൾ 4 ലിറ്റർ പെർ അവർ വരുന്ന ഒരു ഡ്രിപ്പാണ് അതിൻ്റെ അകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതായത് 4 LPH എന്നാണ് പറയുന്നത്, 4 ലിറ്റർ പെർ അവർ. അപ്പോൾ അത് അത്രയും വെള്ളം 1 മണിക്കൂർ നമ്മൾ ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയുടെ ചുവട്ടിലേക്ക് ചെല്ലും എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ എല്ലാ ചെടികൾക്കും കിട്ടുന്ന രീതിയിൽ അത് ഫോഴ്സ് ലൈനിൽ വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പല രീതികളിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു T കണക്ടർ കൊടുത്തിട്ട് വെള്ളം മൊത്തം കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സ് എല്ലാത്തിലും നിലനിർത്താനായിട്ട്, എല്ലാ മേഖലകളിലും നിലനിർത്താനായിട്ട് സാധിക്കും. ഇങ്ങനെ എല്ലാത്തിലും കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇതിലേക്കും ഒരേ അളവിൽ നമുക്ക് വെള്ളം കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ വെള്ളം വീഴുന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എപ്പോഴും ചെടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ കുറേ വെള്ളം നമ്മൾ ഒഴിക്കുന്നു, അത് കുറേ ഒഴുകി പോകുന്നു, അതിൻ്റെ കൂടെ വളം കുറേ ഒഴുകി പോകുന്നു. ഇതാവുമ്പോൾ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആവശ്യത്തിനുള്ള നനവ് എപ്പോഴും ചെടിക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണും വരെ ഗുഡ് ബൈ.